അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നാം എപ്പോഴും അള്ളാഹുവിങ്കലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി ചെയ്യുന്നവരായി മാറണം നാം ഓരോരുത്തരും. അള്ളാഹു എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. നമ്മൾ വേറൊന്നിലേക്കും നോക്കണ്ട, നമ്മുടെ ശരീരങ്ങളിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഒരു കേടുപാട് സംഭവിച്ചാൽ അള്ളാഹു കാക്കട്ടെ. ഒരുപക്ഷെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള കൃത്രിമം ഒരുപക്ഷെ നമുക്ക് വെക്കാൻ കഴിയും. എന്നാൽ പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വില അപ്പോഴാണ് നാം മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എപ്പോഴും അള്ളാഹുവിങ്കലേക്ക് നാം ദുആ ചെയ്യണം. നീ തന്ന അനുഗ്രഹങ്ങൾ നീ തിരിച്ചെടുക്കല്ല റബ്ബേ. നീ തന്ന അനുഗ്രഹങ്ങൾ നീ നിലനിർത്തി തരണേ അല്ലാ. നിങ്ങളെ കാണുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക യാ അല്ലാ എന്ന് എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളുടെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, പടച്ച തമ്പുരാനെ, നീ തന്ന അനുഗ്രഹങ്ങൾ നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. നാം നന്ദിയുള്ളവരായി മാറണം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. പടച്ച തമ്പുരാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്ർ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഈ കാണുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അസറിന് ശേഷം ഈ ദിക്ർ ചൊല്ലാൻ പതിവാക്കുക. ഞാൻ പറഞ്ഞതുപോലെ 450 തവണ എല്ലാ ദിവസവും അസറിന് ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ കാണുന്ന ദിക്ർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പരമാവധി പറയാൻ ശ്രമിക്കുക. അത് കാരണമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതങ്ങളിൽ ഗുണങ്ങളെ ഉണ്ടാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കട്ടെ. നമുക്ക് ഒരു 45 തവണ ഈ ദിക്ർ ചൊല്ലി നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചൊല്ലിക്കോളിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. 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 ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന
പടച്ച തമ്പുരാൻ്റെ ഇസ്മ പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്യുകയാണ്. യാ ഗനിയോ യാ മുഗ്നി യാ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ വിശാലത നൽകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ സമ്പത്തുകളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എപ്പോഴും ദുആ ചെയ്യുക. കാരണം നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവണം. അത് കൂടിയതോ കുറഞ്ഞതോ അല്ല. നമുക്ക് കിട്ടുന്ന 1 രൂപയായിരുന്നാലും ആ 1 രൂപയിൽ ബറക്കത്ത് ഉണ്ടാവണം. എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹു നീ എത്ര തന്നാലും നീ തരുന്നതിൽ നീ ഖൈറ് നൽകണേ അല്ലാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ, നീ ഷർറായ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ വെക്കല്ലേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് എപ്പോഴും ദുആ ചെയ്യുക. ദുആയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഈ ദിക്റുകൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതണം, അല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ കടങ്ങളും ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ അല്ലാ, ആ കടങ്ങൾ വീടുവാനുള്ള സാമ്പത്തിക ഭദ്രത ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, ഞങ്ങളെ ആരെയും നീ കടക്കണിയിലേക്ക് തള്ളിവിടല്ലേ അല്ലാ, അള്ളാഹു അത് വീടുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാ മനസ്സിൽ കരുതുക. അള്ളാഹുവേ, ഞങ്ങളാരെയും മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ തള്ളിവിടല്ലേ അല്ലാ, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു 33 തവണ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ്, 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 യാ ഗനിയ്യു യാ മുഗ്നി യാ അല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ആമീൻ പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മനസ്സിൽ കരുതുക. അള്ളാഹുവേ, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാ എല്ലാവരും ആമീൻ പറയുക. അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹമുറഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, കൃപയുള്ള അല്ലാഹ്, ദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഗഫൂറായ അല്ലാഹ്, സബൂറായ അല്ലാഹ്, ശകൂറായ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം
സമാധാനം നൽകണയല്ലാ. അല്ലാ, ജീവിതത്തിൽ സംഭവിച്ച സകല പിഴവുകളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങളോട് നീ കരുണ കാണിക്കണയല്ലാ. നിന്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പട്ടിണിയെ തൊട്ട് നീ കാക്കണയല്ലാ. ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണയല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, എല്ലാ ശർറുകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണയല്ലാ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, സാമ്പത്തിക ഭദ്രത നൽകണയല്ലാ. മറ്റൊരാളുടെ മുമ്പിലേക്ക് പോയിട്ട് കൈനീട്ടേണ്ടുന്ന ഒരവസ്ഥയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. കടങ്ങളിൽ നിന്നും നീ കാക്കണയല്ലാ. അല്ലാഹുവേ, കടം വാങ്ങിച്ചവർക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു അത് മടക്കി കൊടുക്കുവാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. നല്ല സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. നീ തരുന്ന സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ തള്ളി നീക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കെട്ടിവെക്കേണ്ട ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണയല്ലാ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണയല്ലാ. ഭവനങ്ങളിൽ ബറക്കത്ത് നൽകണയല്ലാ. ഞങ്ങളുടെ വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണയല്ലാ. അപകടങ്ങളെ തൊട്ടു നീ കാക്കണയല്ലാ. അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണയല്ലാ. നിന്റെ കരുണയും റഹ്മത്തും ബറക്കത്തും ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കണയല്ലാ. നിന്റെ കാവൽ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് നൽകണയല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കച്ചവടങ്ങൾ അതിലെല്ലാം നിന്റെ റഹ്മത്തും ബറക്കത്തും നീ നൽകണയല്ലാ. തുടങ്ങിയവർക്ക് പടച്ച തമ്പുരാനെ അത് മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള നല്ല കച്ചവടങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണയല്ലാ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണയല്ലാ. ഞങ്ങളുടെ ദുആക്കൾ നീ സ്വീകരിക്കണയല്ലാ. നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒറ്റയ്ക്കും കൂട്ടായുള്ള ദുആയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് എന്നെയും നിങ്ങൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഖൈറിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.